അത് ഉടമ്പടിയിൽ നിന്ന് കിട്ടുന്ന ഉൾക്കാഴ്ചകളെ അതെങ്ങനെ എടുക്കേണ്ടത്? അതായത് എടുക്കേണ്ടത് 25 പുറപ്പാടിന് 25 എടുത്ത് പുറപ്പാട് 25 അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും പറഞ്ഞ പുറപ്പാട് 25:22 അവിടെ വെച്ച് പറഞ്ഞ അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിന് മുകളില് ഈശോനെ വെച്ചിട്ടില്ല നമ്മള്. അതാണ് എൻ്റെ ഈ വചനത്തിൽ നിന്ന് അതെടുത്തത്. അതായത് ഈശോ വചനം ഇവിടെയും ആ ഒരു ചിന്തയിലാണ് ഈശോയെ വെച്ചിരിക്കുന്നത്. കൃപകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. അപ്പം കൃപാസനത്തിൻ്റെ ധ്യാന ശുശ്രൂഷകളെ ഒരു കരിസ്മാറ്റിക് ധ്യാനമായിട്ടല്ല കാണേണ്ടത്, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന് ദൈവത്തോട് ഉടമ്പടി ചെയ്ത വ്യക്തികളോടുള്ള ദൈവത്തിൻ്റെ ഒരു സംവേദനമായിട്ടാണ് കാണേണ്ടത്. ഈശോയുടെ വചനങ്ങൾ അവൻ പറയണത് നമ്മൾ നടപ്പിൽ വരുത്തിക്കണം. അവൻ പറയണതേ നടപ്പിൽ വരുത്താവൂ. അവൻ പറയണതേ നടപ്പിൽ വരുത്താവൂ. അവൻ പറയുന്നത് ശ്രദ്ധിക്കണം. നമ്മൾ മോസസിന് ഇത്തിരി ശ്രദ്ധ കുറഞ്ഞു പോയി, അത് കാരണമാണ് വാഗ്ദാനം പ്രാപിക്കാതെ വന്നത് അല്ലേ? അത് വചനം എഴുതിയിട്ടുണ്ടല്ലോ. നിയമാവർത്തനം 32 51 മുതൽ 52 വരെ. എന്തെന്നാൽ സിൻ മരുഭൂമിയിൽ കാദേശിലെ മെരീബ ജലാശയത്തിന് സമീപം ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ വച്ച് നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറി എന്റെ പരിശുദ്ധിക്ക് നീ സാക്ഷ്യം നൽകിയില്ല. ഇസ്രായേൽ ജനത്തിന് ഞാൻ നൽകുന്ന ആ ദേശം നീ കണ്ടുകൊള്ളുക, എന്നാൽ നീ അവിടെ പ്രവേശിക്കുകയില്ല. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ട്. കാര്യം വാഗ്ദാനം മോസസ് പ്രാപിക്കാതിരുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? പ്രവേശിക്കാതിരിക്കാൻ കുറേ കാരണങ്ങളുണ്ട്. എന്നൊക്കെ ഈ കൽപ്പന കൊടുത്ത മോസസ് പോലും വാഗ്ദാനം പ്രാപിക്കുന്നില്ല. അതാണ് ഇതിൻ്റെ അകത്ത് ഒരു ദുരന്തം എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തോടുള്ള വിശ്വസ്തതയ്ക്ക്, സൂക്ഷ്മതയുള്ള വിശ്വസ്തതയ്ക്ക് മോസസ് സാക്ഷ്യം വഹിച്ചില്ല അല്ലേ? പാറ ചൂണ്ടാൻ പറയുമ്പോൾ പലരും അടിക്കാൻ തുടങ്ങി. രണ്ട് തരാറുണ്ട്. പാറ മെരീബയിലെ ജനത്തിൻ്റെ ആ പാറയിൽ അടിക്കാനേ പറഞ്ഞുള്ളൂ, അല്ല ചൂണ്ടാനേ പറഞ്ഞുള്ളൂ. അപ്പോൾ മോസസ് എന്ത് ചെയ്ത് അത് അടിച്ചു. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വചനങ്ങൾ, കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ സൂക്ഷ്മതയോടുകൂടിയും അതിന് ദൈവം വിശ്വസ്തതയെന്നാണ് പറയണത്. നമ്മളെ ദൈവം എന്താ പറയണത് അതനുസരിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രകടിപ്പിക്കുന്നത് വിശ്വസ്തതയാണ്, വിശ്വാസമല്ല, വചനത്തോടുള്ള വിശ്വസ്തത. പിന്നെ പക്ഷേ ഇതൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അയർലൻഡിൽ വെച്ച് ഈശോ ഇതിന് വേറൊരു ഭാഷ്യം നൽകി, വ്യാഖ്യാനം. എന്തുകൊണ്ട് മോസസ് വാഗ്ദാനം പ്രാപിച്ചില്ലെന്ന്. നമ്മളീ പറയുന്ന പരമ്പരാഗതമായ കാരണങ്ങളല്ല, അത് മാത്രമല്ല ഒത്തിരി കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 33:11 എടുത്ത്. പുറപ്പാട് 33:11. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവൻ്റെ സേവകനും നൂനിൻ്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. ഇവിടെയാണ് പ്രോബ്ലം വരുന്നത്. കണ്ടാ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഉടമ്പടിയിൽ നിങ്ങൾ നാളെ വാഗ്ദാനം പ്രാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മോസസിന് കൈമോശം വന്ന ഈ വിഷയം നിങ്ങൾ തിരുത്തേണ്ടി വരും. എന്താ നമ്മുടെ പുറപ്പാട് 11 വായിച്ചു
പുറപ്പാട് 33:11 വായിച്ചേ. സ്നേഹിതനോടെന്ന പോലെ പറഞ്ഞേ. സ്നേഹിതനോടെന്നപോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. എൻ്റെ മക്കളെ, ഇതിൻ്റെ മുഴുവൻ രഹസ്യം ഇരിക്കുന്നത് ഈ വചനത്തിലാണ്. മോസസ് എന്തുകൊണ്ട് വാഗ്ദാനം പ്രാപിച്ചില്ല? അത് കാരണം ദൈവം ഉദ്ദേശിച്ചിരുന്നത് മോസസിന് കാര്യങ്ങൾ അറിയാവുന്ന ആളാണ്. പക്ഷേ കാര്യം അറിയാവുന്ന ആൾ അറിയുന്ന കാര്യങ്ങളെ പ്രയോഗിക്കുന്നതിൽ സൂക്ഷ്മത പിഴവ് വരുന്നുണ്ട്. മോസസിൻ്റെ കാര്യങ്ങൾ അറിയാം. എന്താ അറിയാവുന്നത്? പുറപ്പാട് 14:14 എടുത്തേ. പുറപ്പാട് 14:14 പറഞ്ഞേ, വായിച്ചേ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. അപ്പോഴേ വാഗ്ദാനം പ്രാപിക്കുന്നതിലുള്ള ഒരു പ്രാർത്ഥനാനിർഭരമായ ശാന്തത ഇതിൻ്റെ ഒരു പ്രീ റെക്വിസിറ്റാണ്. മനസ്സിലായേ? വെകിളി പിടിച്ച് ശാന്തപ്പെട്ട് നടന്നില്ലല്ലോ, ഒത്തില്ലല്ലോ, പിന്നെയും തോറ്റല്ല എന്ന് പറഞ്ഞ് ചില പ്രാന്തികൾ നടക്കണില്ലേ? അയ്യോ, ഞാൻ ഉടമ്പടി എടുത്തില്ല, ഞാൻ ഇനി എന്താണ് കുഴപ്പം സംഭവിച്ചത്, നടന്നില്ലല്ല, ഓഫർ ലെറ്റർ വന്നില്ല എന്ന് പറഞ്ഞ് വെകിളിയും പിടിച്ച് നടക്കണില്ലേ? ഈ വെകിളിക്കാർ ശ്രദ്ധിക്കും. ഇതിനൊരു പ്രാർത്ഥനാ നിർഭരമായ, നിങ്ങളെപ്പോഴും ഓഫർ ലെറ്റർ അല്ലെങ്കിൽ വിസ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാന്തി പിടിച്ച് കമ്പ്യൂട്ടറായിട്ട് ഇങ്ങനെ കണ്ണ് തള്ളിപ്പോയി നോക്കിയിട്ട് കാര്യമില്ല. മര്യാദക്ക് നിങ്ങൾ ഉടമ്പടി ചെയ്ത് ജീവിതത്തെ നോക്കണം. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഓരോ വിഷയത്തിൽ അങ്ങനെയാണ് ഉടമ്പടിക്ക്. അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാർത്ഥനാ നിർഭരമായ ശാന്തതയുണ്ട്. എന്താ പുറപ്പാട് 14:14 എന്താ പറയണത്? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി. അതായത് എവിടെ ഇരിക്കണം? കലിങ്ക കുത്തിരിക്കണം. വല്ലയിടത്തും പോയിരുന്നൊരു കാര്യമില്ല. കർത്താവിൻ്റെ കൂടെ ഇരിക്കണം. അല്ലാതെ മകളെ കെട്ടിച്ച് വീട്ടിൽ പോയിരിക്കരുത്. എവിടെ ഇരിക്കണം നോക്കണം നിങ്ങൾ. ഇവിടുത്തെ പ്രശ്നം മുഴുവൻ ഇരിപ്പ് ദോഷമാണല്ല. നമ്മൾ ഈ തലക്ക ദോഷം പോലെ വന്നിരിക്കേണ്ട ഒരു കുഴപ്പമാണ് ഇരിപ്പ് ദോഷം. എവിടെയാണ് ഇരിക്കണം എന്ന് നോക്കണം നിങ്ങൾ. അതായത് കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട്. നമുക്ക് എപ്പോഴും പള്ളിയിൽ പോയി ഇരിക്കാൻ പറ്റുമോ? മനസ്സുകൊണ്ട്. ഇപ്പോൾ ഞാനും കൊച്ചതിനും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനും ജോമളും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ, ഞങ്ങൾ മൂന്നും കൂടി ഇരുന്നാൽ പതുമുക്ക ഞങ്ങൾ സംസാരിക്കുന്നത് കർത്താവിൻ്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഞങ്ങളൊരു പള്ളിയിൽ പോയി ഇരിക്കുകയല്ല. എപ്പോൾ സംസാരിച്ചാലും കാറിൽ പോയാലും കർത്താവിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കും. കർത്താവിൻ്റെ എങ്ങനെ ജീവിക്കണത്. അപ്പം അച്ഛൻ സംശയങ്ങൾ ചോദിക്കും, ഞാൻ നിവാരണം ചെയ്യും, പിന്നെ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് പറയും, പിന്നെ അനുഭവങ്ങൾ പറയും. ഇങ്ങനെ നമ്മൾ ഇരിക്കുകയാണ് കർത്താവിൻ്റെ കൂടെ. മനസ്സിലായി? അതുപോലെ നിങ്ങളും ഉടമ്പടി ധ്യാനം കൂടിയും അതെന്താണെന്ന് നോക്കിയും അതിൻ്റെ വശങ്ങൾ മനസ്സിലാക്കിയും പ്രാർത്ഥിച്ച് നോക്കിയും മാതാവിനോട് പ്രാർത്ഥിച്ചും നിങ്ങൾ ആവശ്യമില്ലാത്ത വെകിളി കാണിക്കരുത്. വെകിളി ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സംഭവമാണ്. വ്യഗ്രതയില്ലേ ആൾക്കാരുടെ നമുക്ക് നിങ്ങൾ ഇങ്ങനെ വ്യഗ്രത കാണിക്കുമ്പോൾ ദൈവം എന്താ സംഭവിക്കാമെന്ന് അറിയാമോ? ഡാമേജ് ആകണ എന്തൊക്കെയാണ്? നമ്മൾ വ്യഗ്രത കാണിക്കുമ്പോൾ ഡാമേജ് ആകണത് വിശ്വാസം ഡാമേജ് ആകും, പ്രത്യാശ ഡാമേജ് ആകും, അതുപോലെ തന്നെ ദൈവസ്നേഹവും ഡാമേജ് ആകും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഉത്കണ്ഠ, വ്യഗ്രത എന്ന് പറയുന്നത് സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34-ാം തിരുവചനം. ലൂക്ക 21:34. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇപ്പൊ എന്നെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യഗ്രത വരുമ്പോൾ എന്ത് സംഭവിക്കുന്ന പറയണത്? വ്യഗ്രത
അതായത് സുഖലോലുപത, മദ്യാസക്തി, പിന്നെന്താ ജീവിത വ്യഗ്രത എന്നിവയാൽ മനസ്സ് ദുർബലമാകും. ഈ മനസ്സ് ദുർബലമായ മനസ്സിൽ നിന്ന് വിശ്വാസം ഉണ്ടാകത്തില്ല, പ്രത്യാശ ഉണ്ടാകത്തില്ല, ദൈവസ്നേഹം ഉണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഏറ്റവും ഉടമ്പടി എടുത്ത ആൾക്കാർ എന്താ ശ്രദ്ധിക്കേണ്ടത്? മനസ്സ് ദുർബലമാക്കാതിരിക്കാൻ നോക്കണം. പിടിയാ എന്ന് പറഞ്ഞേ, ഉടമ്പടി എടുത്ത ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? മനസ്സ് ദുർബലമാക്കരുത്. മനസ്സ് ദുർബലമാകണം. എന്തൊക്കെ കൊണ്ടാണ്? ആസക്തികൾ കൊണ്ടാണ് ദുർബലത ഉണ്ടാകുന്നത്. ആസക്തികൾ എന്തൊക്കെയാണ്? ഇപ്പം സുഖലോലുപത, അത് ഭയങ്കര ഒരു ആസക്തിയാണ്. എപ്പോഴും നല്ല ഭക്ഷണം കഴിക്കണം, നന്നായിട്ട് ഉറങ്ങണം, നന്നായിട്ട് ആൾക്കാരുമായിട്ട് ജോളിയായിട്ട് പോകണം, സിനിമ കാണണം. അതുപോലെ തന്നെ ഇങ്ങനെ എപ്പോഴും നമുക്ക് സുഖം തരുന്നതിൻ്റെ അകത്ത് എപ്പോഴും ആബന്ധമായി കഴിഞ്ഞാൽ എന്ത് പറ്റും? മനസ്സ് ദുർബലമായി കഴിയും. ഇത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ക്ലേശം കർത്താവ് തരണത്. മനസ്സിലായില്ലേ? രോഗം, പീഡ. ഇപ്പം എനിക്ക് കിഡ്നി ഡിസീസ് ഉണ്ടോ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അത് കർത്താവ് എടുത്ത് മാറ്റട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ് മനസ്സിലാകണത്? അതിനകത്ത് ഭക്ഷണ ക്രമീകരണങ്ങളുണ്ട്, ഉറക്ക ക്രമീകരണങ്ങളുണ്ട്, ഒത്തിരി ക്രമീകരണങ്ങളുണ്ട്. പക്ഷേ ആ ക്രമീകരണങ്ങൾ ഒരു സുവിശേഷം പോലെയാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, അവരുടെ വേദന മനസ്സിലാക്കാൻ നമ്മളിത് സഹായിക്കും. പിന്നെ രോഗികളോട് കരുണ കാണിക്കാൻ ഇതെന്നെ സഹായിക്കും. ഇതെന്നെ ഇല്ല, ഞാൻ ഇതൊന്നും അറിയാൻ പാടില്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ എനിക്കെങ്ങനെ നിങ്ങളോട് കരുണ കാണിക്കാൻ പറ്റും? പറ്റത്തില്ല. എനിക്കെങ്ങനെ ഒരു രോഗിയോട് ഒരു ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഞാൻ ചുമ്മാ പ്രാർത്ഥിക്കത്തില്ല, നിങ്ങൾക്കറിയാമല്ലോ. അല്ലാതെ ഒരു പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ എന്നാ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും വിളിച്ച് പറയണമല്ല. ഐ മസ്റ്റ് നോ ദാറ്റ് യു ആർ ഹീൽഡ്. അതിന് എന്തെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഞാൻ എല്ലാം പ്രാർത്ഥനയിൽ കർത്താവിനോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരാളിനെ ഹീല് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഞാനിങ്ങനെ കിസ്ത്രക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഷാവരം പ്രാർത്ഥിക്കത്തില്ല. ഐ നോ വാട്ട് ടു ബി ഡൺ. എന്താണ് നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണത്? ഞാൻ ചെയ്തിരിക്കുന്നത് എന്താണ്? എൻ്റെ 36 കൊല്ലത്തെ പൗരോഹിത്യമാണ് ഈട് വെച്ചിരിക്കുന്നത്. 36 കൊല്ലത്തെ പൗരോഹിത്യം എന്ന് പറയുമ്പോൾ സത്യം പറയാം, ഈശോ ഉണ്ട്, ഒരു 1.5 പൗരോഹിത്യമാണ്. എന്താ കാര്യം? ഇന്ന് വരെ കർത്താവിന് വേണ്ടി ജീവിച്ച ചരിത്രമുണ്ട് എൻ്റെ കയ്യിൽ. കർത്താവിന് വേണ്ടി മിഷനായിട്ട് അറിയിച്ചും അറിഞ്ഞവരെ ആഴപ്പെടുത്തിയും കൊണ്ട് കടലിലും കരയിലും ചുറ്റു സഞ്ചരിച്ചും ജനങ്ങൾക്ക് വേണ്ടി. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ 9 മണി തൊട്ട് രാത്രി ഈ പേഷ്യൻ്റാണെന്ന് പറയുന്ന ആളാണ് ചെയ്തിരിക്കുന്നത്. രാവിലെ 9 മണി തൊട്ട് രാത്രി 11:45 വരെ നിൽക്കുകയാണ്. അത്രയും ടൈം നിന്ന് ഉച്ചക്ക് ഊണ് കഴിക്കാൻ പോയി, സത്യമായിട്ടും പോയി. അതുപോലെ 10 മിനിറ്റേ പോയുള്ളൂ. അത്രയും നിൽക്കണ എന്ത് വേണം? നമുക്ക് അഭിഷേകം വേണം. നമുക്കറിയാവില്ല, നമ്മൾക്കെല്ലാവരും നിങ്ങൾ പറയണത് രോഗം സൗഖ്യമാക്കണം, വീട് കെട്ടാം, ജോലി വേണം, അതിന് പിന്നെ മക്കളെ വേണം. നിങ്ങൾ ഇതൊന്നും അല്ല ചോദിക്കേണ്ടത്. ദൈവത്തിൽ ഇതിനെല്ലാം കൂടി സിംഗിൾ പാക്കേജ് ഉണ്ട്. നിങ്ങൾ ചോദിക്കേണ്ടത് അഭിഷേകമാണ്. കർത്താവേ, ഇത് നീ എനിക്ക് അനുഭവിച്ചു തരുന്നവരെ നിലനിൽപ്പിനുള്ള വരം നൽകണമേ. പ്രാർത്ഥിച്ച്, കർത്താവേ, ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങള് നീ എനിക്ക് അനുവദിച്ചു തരും വരെ നിലനിൽക്കാനുള്ള അഭിഷേകം നൽകണമേ. കർത്താവ് നിൻ കൃപ മതിയെനിക്ക്, നാഥാ നീ മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്. ഈ യാത്രയതിൽ തിരുകൃപ മതിയെനിക്ക്. ദൈവമായിട്ടുള്ള ഇടപാടിൻ്റെ ഒരു ഡീലിങ്സ് മനസ്സിലായില്ലേ? ഇപ്പം ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ മുദ്ര എൻ്റെ ശരീരത്തിലുണ്ട്. ക്ലിയർ അല്ലേ? അത് രോഗമായിട്ട് 1 അല്ല 2 3 ഉണ്ട്. ഈ ശ്വാസകോശ രോഗമൊക്കെ ഞാൻ ഇവിടെ നിന്ന് വണ്ടി കയറിയപ്പോൾ തന്നെ കർത്താവ് ബ്ലോക്ക് ചെയ്തു. അവിടെ ഒന്നും ഉണ്ടായില്ലേ, ഇവിടെ വന്നപ്പോൾ തിരിച്ചുണ്ടായി. അത് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞ്.
അതെല്ലാവരും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന, എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ പ്രാർത്ഥന എല്ലാം കൊണ്ട് അത് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ പ്രാർത്ഥന കൊണ്ട് കർത്താവ് ബ്ലോക്ക് ചെയ്ത് എനിക്ക് ഒരു ശ്വാസം മുട്ടലും ഉണ്ടായിട്ടില്ല. നല്ല മഴയും തണുപ്പുമുള്ള സമയത്തും ഞാൻ സ്ഥലത്ത് അവിടെ പോയായിരുന്നു. എന്തുണ്ടായില്ല? അത് കർത്താവാണ് തീരുമാനിക്കുന്നത് ഉണ്ടാകണോ ഉണ്ടാകേണ്ടതെന്ന്. മനസ്സിലായ? അതേസമയത്ത് നമ്മൾ വിചാരിക്കേണ്ട കാര്യം ദൈവം നമ്മുടെ നീതിയെ ചെയ്യത്തുള്ളൂ. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കലർപ്പില്ലാതെ, സംശയമില്ലാതെ. സംശയമാണ് നമ്മുടെ മനസ്സിനെ ദുർബലമാക്കണത്. അത് ആണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ്. ഇപ്പം 10 ദിവസം നടന്നു വന്നില്ലേ കടലിലൂടെ, അപ്പോൾ കർത്താവ് അവൻ താന്നു പോയില്ലേ? എന്തുകൊണ്ടാണ് താന്നു പോയത്? അല്പവിശ്വാസി, നീ സംശയിച്ച. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 14:31. മത്തായി 14:31. ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, പതിനാലല്ലേ? മത്തായി 14:31. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചത് എന്തിന്? അപ്പൊ ഈ അല്പവിശ്വാസം ആണ് എന്ത് ചെയ്യണത്? മനസ്സിനെ ദുർബലമാക്കുന്നത്. അല്പവിശ്വാസം കൊണ്ടാണ് സംശയം വരണത്. ഇപ്പം വ്യഗ്രതയും നേരത്തെ കണ്ടത് എന്താണ്? മനസ്സ് ദുർബലമാകണത് എന്താണ്? വ്യഗ്രത അല്ലേ? 21 ലുക്കാൻ്റെ സുവിശേഷം 21:14. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവ മനസ്സ് ദുർബലമാകും. അപ്പോൾ വ്യഗ്രത ഒരു പ്രശ്നമാണ്. വ്യഗ്രതയും അതേസമയം പിന്നെ എന്താണ്? സംശയവും. ഈ 2 സംഭവം നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട രോഗങ്ങളാണ്. വ്യഗ്രതയും സംശയവും. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയുടെ ആദ്യ കാലങ്ങളിലൊക്കെ ശരിക്കും ഗൺ പോയിൻ്റ് കൊണ്ടുവരേണ്ടത് വ്യഗ്രതയും അതുപോലെ തന്നെ സംശയത്തെയുമാണ് ചികിത്സിക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എൻ്റെ ജീവിതത്തിലുള്ള വ്യഗ്രതയെയും സംശയത്തെയും നിന്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകി നീ വിശുദ്ധീകരിച്ച് എന്നെ ബലപ്പെടുത്തണമേ. ഇങ്ങനെ ബലപ്പെടുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പം 2 കാര്യങ്ങളുണ്ട്, 2 രോഗങ്ങളുണ്ട്. എന്തൊക്കെയാണ്? സ്പിരിച്വൽ ഡിസീസ് 2 എന്താണ്? ഇനി ഉണ്ടാകുമേ, ഈശോ പറയണനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ എന്താണ്? സംശയം. രണ്ടാമത്തെ എന്താണ്? വ്യഗ്രത. ഈ വ്യഗ്രതയെ മാറ്റി, സംശയം മാറ്റി മനസ്സിനെ ദുർബലമെന്നല്ല പറഞ്ഞത്. ദുർബലമാകുമ്പോൾ തന്നെ നമ്മളെന്താ പറയണത്? അതിനെ ബലപ്പെടുത്തേണ്ടി വരും. മനസ്സിനെ ബലപ്പെടുത്തണം. മനസ്സിനെ ബലപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മൾ അറിയണ്ടേ? അതിൻ്റെ മരുന്ന് എന്താണ്? അതിൻ്റെ ടോണിക് എന്താണ്? ഇഞ്ചക്ഷനാണ്, IV ആണ്, ടോണിക്കാണ്, ടാബ്ലറ്റ്സ് ആണ്? എന്താണ് നമ്മൾ കഴിക്കേണ്ടത് മനസ്സിനെ ബലപ്പെടുത്താൻ? മോസസ് എന്താണ് കഴിക്കാതിരുന്നത്? എന്താണ് അറിയേണ്ടത് മനസ്സിനെ ബലപ്പെടുത്താൻ വേണ്ടി? കാര്യം എന്താ? വാഗ്ദാന നാട് കക്ഷി പ്രാപിക്കത്തില്ലെന്ന് ദൈവം മുഖത്ത് നോക്കി പറഞ്ഞില്ലേ? ഉടമ്പടിയുടെ നീ വെച്ചിരിക്കണ ഒരു നിയോഗം നടക്കത്തില്ലെന്ന് ദൈവം മുഖത്ത് നോക്കി പറയും. നിൻ്റെ പോക്കും കളി ഇതുപോലെയാണെങ്കിൽ നീ ഉടമ്പടി വെച്ചിരിക്കണ ഒരു സംഭവം നടക്കത്തില്ലെന്ന് ദൈവം നിൻ്റെ മുഖത്ത് നോക്കി പറയും. എന്താ കാര്യം? മോസസിനോട് പറഞ്ഞിട്ടുണ്ട്, ഉടമ്പടി നീ വെച്ച കാര്യങ്ങളൊന്നും നടക്കത്തില്ല, വാഗ്ദാന നാട് നീ പ്രാപിക്കത്തില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അയർലൻഡ് വഴി ഈശോ പറഞ്ഞ ഇതാണ്, മോസസും ജോഷുവയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അതാണ് വിഷയം. എന്തൊക്കെയാണത്? 33:11 എടുത്ത് പുറപ്പാട് 33:11. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. മോസസ് വിട്ടുപോയിട്ടും
ജോഷുവ കൂടാരത്തെ വിട്ടുപോണില്ല. ഗ്യാപ്പ് ഒരു പ്രോബ്ലമാണ്, മനസ്സിലായില്ലേ? ഉടമ്പടിയിൽ വാഗ്ദാനം പ്രാപിക്കാൻ ഗ്യാപ്പ്, മോസസിനും ഗ്യാപ്പുണ്ട്. നഴ്സുമാർക്കും എഞ്ചിനീയർമാർക്കും പ്രൊഫഷൻസിന് അറിയാം ഗ്യാപ്പ് എന്ന് എന്താണെന്നറിയാം. ഗ്യാപ്പ് ഒരു പ്രോബ്ലമാണ്. ഇവിടെ തന്നെയല്ല എല്ലായിടത്തും. ഇവിടെ എന്താ പ്രോബ്ലം? അതായത് സ്ഥിരത എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. 1 തിമോത്തി 6:6 ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് എന്ന് പറഞ്ഞ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതിന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. 6:11 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എന്നാൽ ദൈവിക മനുഷ്യനായ നീ ഇവയിൽ നിന്ന് ഓടി അകലണം. നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയെ ഉന്നം വയ്ക്കുക. സ്ഥിരത നമ്മളെ അതായത് നമ്മുടെ ഗൺ പോയിന്റിൽ കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ് സ്ഥിരത. അതായത് ഇപ്പോൾ കുറച്ച് പ്രാർത്ഥിച്ച്, രാവിലെ പ്രാർത്ഥിച്ചു, പിന്നെ നിങ്ങൾക്ക് തോന്നിയ മാസം പോലെയൊക്കെ ജീവിച്ചു, വൈകുന്നേരം എടുത്ത് ഉടമ്പടി പ്രാർത്ഥിച്ചു, പിന്നെ നിങ്ങൾക്ക് തോന്നിയ മാസം പോലെ തോന്നിയ മാസം കുറച്ചതൊക്കെ പറഞ്ഞ് ആവശ്യമുള്ളത് ഇല്ലാത്ത പറഞ്ഞ് ദൈവത്തെ ഇറക്കാത്ത കാര്യമൊക്കെ പറഞ്ഞിട്ട് രാവിലെ എടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അപ്പോഴും പോയി, സ്ഥിരത പോയി. സ്ഥിരത എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഉടമ്പടിയല്ലേ ദൈവമായിട്ട്. അപ്പോഴേ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ദൈവത്തിന് നിരക്കാത്ത വർത്തമാനങ്ങളെ ഒഴിവാക്കണം. മനസ്സിലായില്ലേ? ദൈവമായിട്ടുള്ള സ്ഥിരത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ദൈവത്തോട് ഉടമ്പടി ചെയ്തുള്ളൊരു ജീവിതമാണെന്നുള്ളത് നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ടാകണം. അല്ലാതെ ഇത് കൊണ്ടുവന്ന് ഏതാണ്ട് കൊണ്ടുവന്ന് എഴുതി ആട് പ്രസവിക്കണം, അമ്മ പ്രസവിക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊണ്ടുവന്ന് ഇടത്തില്ലേ, ഈ നേരത്തെ പെട്ടി കൊണ്ടുവന്ന് ഇടത്തില്ലേ ആൾക്കാർ. അതുപോലുള്ള അഭ്യാസം കാണിച്ചിട്ട് പോകരുത്. ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഞാൻ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാമോ? അതായത് ഐ ആം നോട്ട് ദാറ്റ് സാറ്റിസ്ഫൈഡ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അതായത് ഉടമ്പടി എന്നൊരു പക്ക ഫോർമുലയാണ്. ഉടമ്പടിയിലേക്ക് കേരള സഭ എത്തിയത് 1975 തൊട്ട് 1925 വരെയുള്ള കാലമാണ്. ഈ 50 കൊല്ലമല്ലേ, 75 2025 അത് 50 കൊല്ലം അല്ലേ? 50 കൊല്ലമാണ് ദൈവം നമ്മളെ കേരള സഭയെ പരിപാലിച്ചു കൊണ്ടത്. കാര്യം എന്താണ്? കേരള സഭയെക്കുറിച്ച് കർത്താവിന് ഭയങ്കരമായ പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ സാത്താനും നല്ല പ്രതീക്ഷയുള്ള സ്ഥലമാണിത്. അത് കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നം കേരള സഭയിലുള്ളത് എന്താണ്? ദൈവം ഇതിനെ ഇങ്ങനെ വളരെ ശ്രദ്ധയോടെ പരിപാലിച്ചു കൊണ്ട് പോണത് സാത്താന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ലോകത്തെ തകർക്കാൻ കേരള സഭയെ ഉപയോഗിക്കണം. അതിനാണ് അവർ കുർബാനയൊക്കെ ഉപയോഗിക്കുന്നത്. ആ കുർബാന വിഷയമാകണം. എന്താ തർക്കം? ശരിക്കും പറഞ്ഞാൽ ഫ്രീ മേസൺസിൻ്റെ കാലത്ത് കുർബാന അപമാനിക്കപ്പെട്ടതിനേക്കാൾ ശക്തമായ രീതിയിൽ ഇന്ന് പലപ്പോഴും കുർബാന ഒരു തർക്കത്തിൻ്റെ വിഷയമായി മാറുന്നില്ലേ? കാരണം കേരള സഭയെക്കുറിച്ച് ഒരു ആഗോളമായ പദ്ധതിയാണ് ദൈവത്തിനുള്ളത്. കാര്യം എല്ലായിടത്തും വിശ്വാസത്തിന് വിളക്ക് കെട്ടാൽ ഇവിടുന്ന് കൊണ്ടുപോയി ഇവിടുത്തെ കന്യകമാരും ഇവിടുത്തെ നീതിമാന്മാരും ഇവിടുത്തെ അഭിഷിക്തരും ഇവിടുത്തെ പ്രവാചകന്മാരും ലോകം മുഴുവനും വിശ്വാസം ജനിപ്പിക്കും. ഞാൻ അയർലൻഡിൽ നിന്ന് പോന്നപ്പോഴേ എൻ്റെ ഒരു സഹോദരൻ പ്രവർത്തകൻ ജോജോ വിളിച്ച് പറഞ്ഞു വെച്ചാൽ സായിപ്പച്ചന്മാരൊക്കെ ഇവിടെ ഹാപ്പിയാണെന്ന് പറഞ്ഞു. എന്താണ് കാര്യം? നമ്മുടെ ആൾക്കാർ ധ്യാനം കൂടിയവരവിടെ അവരുടെ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ പള്ളിയിലൊക്കെ ആൾ കൂടിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ അയാളുടെ പേര് പറയാൻ കാര്യം അയാളത് പറഞ്ഞു സത്യമാണ് നിങ്ങൾ ധരിക്കാൻ വേണ്ടിയാണ്. എന്താ കാര്യം? എന്താണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തുള്ള ആ ദേവാലയത്തിലെ ആ തദ്ദേശീയരുടെ ദേവാലയത്തിൽ പോലും ജനങ്ങൾ പ്രാർത്ഥനാ നിരപരമായി. ദാറ്റ് മീൻസ് എന്താ കാര്യം? കർത്താവിന് വലിയൊരു പദ്ധതിയുണ്ട്. ഇവിടുത്തെ അഭിഷിക്തർ, ഇവിടുത്തെ പ്രവാചകർ, ഇവിടുത്തെ അപ്പോസ്തലന്മാർ ലോകം മുഴുവനും പോയി ലോകത്തിന് വന്ന വിശ്വാസ തകർച്ച ചെയ്യുന്നതിന് വീണ്ടെടുക്കാൻ കേരള സഭയെ കർത്താവ് വളരെ വളരെ ശക്തമായ രീതിയിൽ 1975 കരിസ്മാറ്റിക് ധ്യാനം ഇവിടെ വന്ന കാലം മുതൽ പ്രത്യേക പരിചരണത്തിൽ കൊണ്ടുവരികയാണ്. അത് സാത്താനും അറിയാം. അത് സാത്താനും അറിയാവുന്ന നമ്മുടെ അപ്പോസ്തലന്മാർക്ക് അറിയണം.
അത് മനസ്സിലാക്കേണ്ട അടിയന്തരമായിട്ട് ഈ വിഷയം എത്രയും വേഗം ക്ലോസ് ചെയ്യണം. സഭയ്ക്ക് ഡാമേജ് ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ജയപരാജയങ്ങളുടെ പ്രശ്നങ്ങളില്ല. ഇത് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് സഭയ്ക്ക് ഡാമേജ് ഇല്ലാതെ ഈ വിഷയം പര്യവസാനിച്ചാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇതിൽ പ്രവർത്തിച്ചതെന്നാണ്. അതിനുവേണ്ടി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന. ദൈവമേ വരണമേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണമേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. കേരള സഭയെ പ്രത്യേകമായി താറി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ തിന്മയുടെ ശക്തികളെയും പരിശുദ്ധ അമ്മയുടെ കാൽക്കീഴിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. പുറപ്പാട് 33:11 വായിച്ചോളൂ. അതാണ് ഇന്നത്തെ കീബേഡ്. പുറപ്പാട് 33:11. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ യോശുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. അപ്പൊ കൂടാരത്തെ വിട്ടുപോകാതിരുന്നത് ആരാണ്? ജോഷുവയാണ്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? സംശയങ്ങളെ കൊണ്ടോ പിന്നെ എന്താണ് വ്യഗ്രത കൊണ്ടോ മനസ്സ് ദുർബലപ്പെട്ടാൽ ആ ദുർബലപ്പെട്ട മനസ്സിനെ ബലപ്പെടുത്താനുള്ള ഔഷധം എന്താണ്? കൂടാരത്തെ വിട്ടുപോകാതെ സ്ഥിരതയോടെയുള്ള ദൈവസംസർഗമാണ്. ക്ലിയറാണോ? ക്ലിയറല്ലേ? അതാരാണ് ചെയ്തത്? മോസസ് അല്ല. പിന്നെ ആരാണ് ചെയ്തത്? ജോഷുവയാണ്. അത് കാരണം ജോഷുവക്ക് എന്താ കിട്ടിയത്? ആത്മശക്തി കിട്ടി. ജോഷുവ ആദ്യം ഈ ജെറീക്കോ പട്ടണം ഒറ്റുനോക്കാൻ വേണ്ടി പോയേശം വന്നപ്പോൾ അവിടെയുള്ള ഒറ്റുനോക്കാൻ പോയി വെച്ചാൽ സ്പൈ വർക്ക് ചെയ്യാൻ പോയി. ആ പട്ടണത്തിൽ പിടിച്ചടക്കാൻ വേണ്ടി പോകുമ്പോൾ ആദ്യം സ്പൈ വർക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ തിരിച്ചു വന്നിട്ട് എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ അനാക്കിൻ്റെ രാക്ഷസനാണ്. അനാക്ക് ഗോലിയാത്തിനെ പോലെ രാക്ഷസവർഗമാണ്. അനാക്കിൻ്റെ മക്കളെ ഞങ്ങൾ അവിടെ കണ്ടെന്ന്. അപ്പോൾ തന്നെ ഇസ്രായേൽക്കാർക്ക് മുട്ടിട്ട് വിറക്കാൻ തുടങ്ങി. എന്താ കാര്യം? അവർ പിടിച്ച് നിന്ന് കളയും. അത്രയും വില്ലന്മാരും മല്ലന്മാരുമായിട്ടുള്ള ആൾക്കാരാണ്. അതൊക്കെ അവർ വിശദീകരിച്ചപ്പോഴേ അപ്പം തന്നെ ജനം മോസസിനെയും ഇവരെല്ലാം പ്രാകാരം നിലവിളിക്കാൻ തുടങ്ങി. എന്താണ്? അവർ ഞങ്ങളെ കൊന്നുകളയും, ഞങ്ങൾ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് ജനം പേടിച്ച് വിറക്കാൻ തുടങ്ങി. ഈ പേടിച്ച് വിറക്കാൻ തുടങ്ങിയ ജനത്തോട് ജോഷുവ പറയുന്നൊരു വാക്കുണ്ട്. അതാണ് അതിന് ആത്മബലം കിട്ടിയെന്ന് പറയാൻ കാരണം. സംഖ്യ 14:18. സംഖ്യ 14:18. കർത്താവ് ക്ഷമാശീലനും
അചഞ്ചല സ്നേഹം കവിഞ്ഞൊഴുകുന്നവനുമാണ്. അവിടുന്ന് അകൃത്യവും അപരാധങ്ങളും ക്ഷമിക്കുന്നവനാണ്. എന്നാൽ കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്ക് മക്കളെ 3ഉം 4ഉം തലമുറ വരെ ശ്രദ്ധിക്കട്ടെ മക്കളെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈകളടിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ സംഖ്യ 13:33. സംഖ്യ 13:33. സംഖ്യ 13:33. നെഫിലീമിൽ നിന്ന് വന്ന അനാക്കിൻ്റെ മല്ലന്മാരായ മക്കളെ അവിടെ ഞങ്ങൾ കണ്ടു. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടിലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അവർക്ക് ഞങ്ങളെക്കുറിച്ച് അങ്ങനെ തന്നെ തോന്നിയിരിക്കണം. 14:1-2-3. രാത്രി മുഴുവൻ ജനം ഉറക്കെ നിലവിളിച്ചു. കേട്ടില്ലേ? ജനങ്ങളെ പേടിച്ചു പോയെന്ന് മനസ്സിലായില്ലേ? അവർ മോശയ്ക്കും അഹറോനുമെതിരായി പിറുപിറുത്തു. ജനം അവർക്കെതിരെ തിരിഞ്ഞു. അവർ പറഞ്ഞു, ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചെങ്കിൽ. ജനം ദുർബലമായി അല്ലേ? ജനം ദുർബലമായി. ഇപ്പോൾ ദുർബലമാകാത്തൊരാളുണ്ട്. വായിച്ചോളൂ താഴേക്ക്. വാളിന് ഇരയാകാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്ക് ഇരയായി തീരുമല്ലോ. ഈജിപ്തിലേക്ക് തിരികെ പോകുന്നതല്ലേ നല്ലത്. അവർ എല്ലാം പഠിക്കാൻ കൊണ്ട് കൊടവടക്കിയാണ് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. മനസ്സ് അത്രയും ദുർബലമായി തീർന്നു. നമുക്ക് തിരിച്ചു പോകാമെന്ന് ജനങ്ങൾ ഒരുമിച്ച് പറയുകയാണ്. അപ്പോഴും തിരിച്ചു പോകാൻ നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്. 14:6 വായിച്ചേ. ദേശം ഉറ്റുനോക്കാൻ പോയവരിൽപ്പെട്ട, അതാണ് പ്രശ്നം. സംഖ്യണേ, അത് ദേശം ഒറ്റുനോക്കാൻ പോയവരിൽപ്പെട്ട നൂനിന്റെ മകൻ ജോഷുവയും യെഫുന്നയുടെ മകൻ കാലെബും തങ്ങളുടെ വസ്ത്രം കീറി. ദൈവിക പദ്ധതിക്കെതിരെ ജനം നിന്നപ്പോഴാണ് അവർ രക്ഷാകുലരായി വസ്ത്രം കീറിയത്. അതെ, ഓക്കെ. അടുത്തത് അവർ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ഒറ്റുനോക്കാൻ പോയ ദേശം അതിവിശിഷ്ടമാണ്. ഇവിടെ വെച്ചാണ് ഈ ട്രാൻസിഷൻ നടക്കുന്നത്. ജോഷുവ അഭിഷിക്തനാകണത്. അതായത് മോസസാണ് ഇവിടെ സംസാരിക്കേണ്ടത് ജനങ്ങളോട്. പക്ഷെ സംസാരിക്കുന്നത് ആരാണ്? മോസസ് അല്ല. ഇവിടെയാണ് മോസസിൻ്റെ നേതൃത്വം ഇവിടെ ഫെയ്ഡാകണത്. ഇപ്പം ജോഷുവ ബാറ്റൺ കയ്യിലെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇത്ര ദിക്സാക്ഷി വിതരണം പോലെ നോക്കിക്കഴിഞ്ഞാൽ അതായത് ജീവിതവുമായിട്ടൊരു ഭയങ്കര ബന്ധമുണ്ട്. ആരാണ് ബാറ്റൺ കയ്യിലെടുക്കുന്നത്? ആരാണ് മുന്നോട്ട് പോകാൻ ദൈവം ഇച്ഛാശക്തി നൽകണത്? ആരാണ്? ജോഷുവയാണ്. എന്താണ് അവൻ്റെ പ്രത്യേകത? മോസസ് കൂടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാലും നൂനിൻ്റെ മകൻ ജോഷുവ കൂടാരം വിട്ടുപോകാതെ അവിടെ തന്നെ വസിച്ചു. അവനാണ് ഇനി സംസാരിക്കാൻ പോണത്. അടുത്ത വചനമെടുത്ത്. കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് നമ്മെ അങ്ങോട്ട് നയിക്കുകയും തേനും പാലും ഒഴുകുന്ന ആ ദേശം നമുക്ക് തരുകയും ചെയ്യും. കർത്താവിനോട് നിങ്ങൾ മറുതലിക്കരുത്. അപ്പോൾ ഇവിടെ പ്രത്യാശ. കർത്താവ് നമ്മൾ സംപ്രീതനാണെങ്കിൽ
നമ്മൾ അങ്ങോട്ട് നയിക്കുകയും ആ ദേശം നിങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ, വാഗ്ദാനങ്ങൾ അത് നിറവേറുകയും ചെയ്യും. മുന്നോട്ട് പോകാൻ പറയണത് ആരാണ്? സ്ഥിരതയുള്ളവനാണ് പറയണത്. ഇത് സ്ഥിരത ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. മോസസിന് എവിടെയെ വെച്ച് ഈ ബാറ്റൻ കൈവശം വന്നു പോയി. അവൻ കൂടാരത്തിൽ തന്നെ ഇരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിച്ചത്. ഇപ്പോൾ മനസ്സിലായില്ലേ? മോസസ് കൂടാരത്തിൽ തന്നെ ഇരിക്കണം, സ്ഥിരതയോടെ നിലനിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. കൊണ്ടാണ് ബൈബിള് എഴുതിയപ്പോൾ മോസസ് പോയി കഴിഞ്ഞും ജോഷുവയെ അഡ്രസ്സ് ചെയ്യണത്. മോസസ് കൂടാരത്തിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ മോസസാണ് ഹീറോ എങ്കിൽ പിന്നെ അടുത്ത വാക്ക് എഴുതേണ്ടതിൽ പ്രസക്തിയില്ല. അടുത്ത വാക്ക് എഴുതി മോസസ് കൂടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടും പോകാതെ ഒരുത്തൻ അവിടെ ഉണ്ടായിരുന്നു, നൂനിൻ്റെ മകൻ ജോഷുവ. കൈ ഇടിച്ച് കർത്താവേ ഞാൻ ഇന്നലെ ഇതൊക്കെ ധ്യാനിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അമ്മേ ഇനി ഇത് അമ്മയെക്കുറിച്ച് കണക്ട് ചെയ്ത് പറയാൻ പറഞ്ഞു. ഇത് അമ്മയെക്കുറിച്ച് കണക്ട് ചെയ്യാൻ പറഞ്ഞു. കാരണം ഇന്നലെ അഗസ്ത്യൻ്റെ ചില പഴയ വിശുദ്ധ അഗസ്തീനോസിൻ്റെ ചില പ്രസംഗങ്ങളൊക്കെ കേട്ട് ഞാനൊക്കെ ഡെസ്പായിരിക്കുന്നു. അഗസ്തീന വലിയ ജ്ഞാനപരമുള്ള സഭയിലെ പ്രാമാണികനായ ഡോക്ടറാണ്, ഗുരുവാണ് അഗസ്ത്യനെങ്കിലും അഗസ്ത്യന് അമ്മയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അഗസ്ത്യന് അത്രയും ബോധമില്ലെന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ഈ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇനി വചനത്തിൽ ഞാൻ എടുക്കുമ്പോൾ അമ്മയെക്കുറിച്ച് പറയണം. അമ്മ എങ്ങനെ അമ്മയായെന്ന് പറയണം. അമ്മ എങ്ങനെ വാഗ്ദാനം പ്രാപിച്ചത്? ആദ്യം വാഗ്ദാനം പ്രാപിച്ചത് ആരാണ്? പരിശുദ്ധ അമ്മയല്ലേ. ദൈവത്തിൻ്റെ നിയോഗം ആദ്യം പ്രാപിച്ചത് ആരാണ്? വചനം മാംസമായത് അമ്മയാണ്. അമ്മ എങ്ങനെയാണ് വാഗ്ദാനം പ്രാപിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറേ നേരം സ്തുതിച്ചിട്ട് വചനം എടുത്തപ്പോൾ അമ്മ എങ്ങനെയാണ് അമ്മയായെന്ന് എന്നോട് പറഞ്ഞു. അത് ലൂക്കാസ് വിശേഷമാണ്. അതായത് 2-ാം അധ്യായം 37-ാമത്തെ തിരുവചനം. ലൂക്ക 2:37. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 2:37. ലൂക്ക 2:37. 84 വയസ്സായ ഈ വിധവ പറഞ്ഞ ആരെക്കുറിച്ച് പറയണമെന്നറിയാം? അന്നയെക്കുറിച്ച് പറയണ. അന്നയെക്കുറിച്ച് പറയുന്ന അന്ന ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഒരു സമാന്തര രൂപമാണ്. എങ്ങനെ നമ്മൾ വചനം ദൈവത്തോട് ചോദിച്ച് പഠിക്കണം. ഞങ്ങളൊക്കെ ആദ്യം വചനം പ്രൊഫസർമാരോടും ലൈബ്രറിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ശരിക്കും അതിൻ്റെ അന്തരാർത്ഥങ്ങൾ അത് എഴുതിയും അത് ജീവിച്ച് ചെയ്ത അത് എഴുതിയ ആത്മാവിനോട് ചോദിച്ച് പഠിക്കുന്നത് വേറൊരു പഠനമാണ്. വരമെന്ന് പറയുന്നത് ജ്ഞാനപഠനം. അമ്മയെക്കുറിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ അന്നയെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ വചനം എടുത്ത് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് 2:37 ലൂക്കാ സുവിശേഷം. അവിടെ എന്താ എഴുതിയിരിക്കണത്? വായിച്ചോളൂ. 84 വയസ്സായ ഈ വിധവ. അത് പറഞ്ഞേ, 84 വയസ്സായ ഈ വിധവ. ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. ഇതിന്റെ കണ്ടില്ലേ, ഇവര് ഈ അന്ന എന്ന് പറയുന്ന ഈ പ്രവാചിക ശരിക്കും പറഞ്ഞാൽ ഒരു പുറപ്പാട് ജനതയുടെ ജീവിത അനുഭവങ്ങളുടെ ഒരു പ്രോട്ടോടൈപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പേഴ്സണൽ രൂപമാണത്. അതൊരു സമൂഹ രൂപമാണ് അവർ. അതിൻ്റെ ഒരു വ്യക്തി, ഒരു പോക്കറ്റ് ഡിഷമിലെ പേഴ്സണിൻ്റെ ഒരു രൂപമാണ് ഈ അന്ന. അയാളെന്താണ്? അവരുടെ ജീവിതം തന്നെ പുറപ്പാട് പോലെയാണ്. എന്താണ്? 84 കൊല്ലം അവർ വിധവയായി. അത് 7 വർഷം അവർ ഭർത്താവിനോട് ജീവിച്ചു. എത്ര വർഷമാണ് ജീവിച്ചത്? 7 വർഷം. എന്നുപോലാണ് 12 വയസ്സ് മുതൽ താരുണ്യം എന്നാണ് പറയണത്. താരുണ്യം 12ാമത്തെ വയസ്സാണ്. അപ്പോൾ 12ാമത്തെ വയസ്സിൽ കല്യാണമായി. പിന്നെ എന്ത് പറ്റി? അവർ 12 to 7 വർഷം 19 വയസ്സ് വരെ അവർ ഭർത്താവിൻ്റെ കൂടെ
ജീവിച്ചു. അപ്പോഴേ അതിനുശേഷം അവർ വിധവയായിപ്പോയി. എങ്ങനെ വിധവയായി? മക്കളില്ലാതെ വിധവയായി. അതാണ് പ്രശ്നം. അപ്പോൾ ചെങ്കടലും ജോർദാനും ഒക്കെ നീന്തി വരികയാണ്. മക്കളില്ലാതെ അവർ വിധവയായി. അപ്പോൾ മക്കളുള്ള വിധവകളുണ്ട്, മക്കളില്ലാത്ത വിധവകളുണ്ട്. ഇപ്പം ഇവരാരാണ്? മക്കളില്ലാത്ത വിധവയാണ്. ഈ മക്കളില്ലാത്ത വിധവ എന്ത് ചെയ്തെന്ന് പറഞ്ഞത്? ദേവാലയം വിട്ടുപോകാതെ, വായിച്ചോളൂ, ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. രണ്ട് കാര്യം ചെയ്ത്, ഒന്ന് ഉപവാസം, പിന്നെ എന്താണ്? പ്രാർത്ഥന. അപ്പം അതിന് മാറ്റമില്ല. അത് ഉടമ്പടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിക്ക് തന്ന വചനമാണ് ഉപവാസവും പ്രാർത്ഥനയും. ഉടമ്പടിയിൽ മസ്റ്റായിട്ട് നടക്കേണ്ട കാര്യമാണ് എന്താണ്? ഉപവാസവും പ്രാർത്ഥനയും. പിന്നെന്താണ്? ദേവാലയം വിട്ടുപോകരുത്, കൂടാരം വിട്ടുപോകരുത്. ഇത് പള്ളിയിൽ പോയി കുത്തിരിക്കണമെന്ന, അല്ലെങ്കിൽ വീടിൻ്റെ നടയിൽ എപ്പോഴും തിരികത്ത് തന്നെ വതുക്കിയിരിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. എപ്പോഴും ദൈവത്തെക്കുറിച്ച് മാത്രം, ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം. എല്ലാ വിഷയങ്ങൾക്കും ദൈവത്തെക്കുറിച്ച്, അല്ല കലേബിനെക്കുറിച്ച്, അല്ല അവിടുത്തെ അനാക്കിൻ്റെ മല്ലന്മാരെക്കുറിച്ച് അല്ല ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, ഇല്ലേ? അവരെന്താ, ജോഷുവ എന്താ ചിന്തിച്ചത്? ജനങ്ങളെല്ലാം ഭയന്ന് വിറക്കാൻ കാര്യം എന്താണ്? അവർ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചത്. ജോഷുവ എന്താണ് ഭയന്ന് വിറക്കാഞ്ഞതിൻ്റെ കാരണം? ആത്മബലം ഉണ്ടാകാൻ കാരണം എന്താണ്? അവൻ ദൈവത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. കൈയിട്ടിച്ച് കിടത്താൻ എപ്പോഴും നീ മല്ലന്മാരെ കുറിച്ച് ചിന്തിക്കരുത്. എപ്പോഴും വിസ കിട്ടുമോ, വിസ തരാമെന്ന് പറഞ്ഞല്ല, ഏജൻറ്റ് പറ്റിക്കുമോ, അക്കോമഡേഷൻ കിട്ടുമോ, യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ തരുമോ, യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ തരണ സമയത്തിന് മുമ്പ് കോളേജ് തുറക്കുമോ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ അനാക്കിൻ്റെ മല്ലന്മാരെ ഓർത്തിട്ട് ഇസ്രായേൽ ജനം ഭയന്ന് വിറച്ചതുപോലെ വിറക്കാനേ കൊള്ളത്തുള്ളൂ. അപ്പോൾ ആത്മബലം പോകും, ആത്മശക്തി പോകും. മറിച്ച് എന്താ ജോഷുവ ചെയ്തത്? ജനങ്ങൾ ഭയന്ന് വിറക്കുമ്പോൾ അവർ വസ്ത്രം കീറിയിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? അത് വിശ്വസ്തതയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ അല്ലേ ചോദ്യം ചെയ്യുന്നവരല്ലേ ഈ ഭയന്ന് വിറക്കണത്. പറഞ്ഞ് കർത്താവ് നമുക്കത് ഏൽപ്പിച്ചു തരും. കൈയടിച്ച് സംസാരിക്കടല്ലേ. ശ്വാസം പ്രഖ്യാപിക്കാനുള്ള വലിയ കൃപ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ജോഷുവയ്ക്കാണ് ആത്മബലം ഉണ്ടായിരുന്നത്. ഈ ആത്മബലം എങ്ങനെ നേടിയെടുത്തതാണ്? മോശത്ത് ഇറങ്ങിപ്പോന്നിട്ടും കൂടാരം വിട്ടുപോകാതെ നൂഹിൻ്റെ മകൻ ജോഷുവ അവിടെ തന്നെ ഇരുന്ന് സ്ഥിരത കൊണ്ട് നേടിയതാണ്. സ്ഥിരത കൊണ്ടാണ് ആത്മബലം ഉണ്ടാക്കുന്നത്.